ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമുക്കറിയാം, തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഒരു കിളിയെ കൊണ്ട് ആണ് പറയിപ്പിക്കുന്നത്. അഥവാ ഒരു തത്തയെ കൊണ്ടാണ്, ഒരു സാരിക പൈതലിനെ കൊണ്ടാണ് രാമകഥ നമുക്ക് പാടിത്തരുന്നത്. അപ്പൊ ഇവിടെ ബാലകാണ്ഡത്തില് ആദ്യമായിട്ട് ശ്രീരാമസ്തുതിയോടെ ആണ് തുടങ്ങുന്നത്. അത് നോക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. സാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അപ്പം ഇവിടെ രാമസ്തുതിയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. ഇവിടെ പറയുന്നു, ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ. ഒരു സാരിക പൈതൽ അല്ലെങ്കിൽ തത്തയോട്, ആ തത്ത എന്താ പ്രത്യേകത? രാമ 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 എന്ന് ജപിച്ചുകൊണ്ട് പാടി വന്നിട്ടുള്ള ഒരു പൈങ്കിളിപ്പെണ്ണായ തത്തേ, എഴുത്തച്ഛൻ പറയുകയാണ്, നീ ഏതായാലും രാമരാമ പാടി വന്നതാണല്ലോ, അതുകൊണ്ട് രാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ഒരു മടിയും കൂടാതെ ഹേ തത്തേ, നീ നമ്മുടെ ശ്രീരാമന്റെ എല്ലാ കഥകളും മടിയാതെ, ഒരു മടിയും കൂടാതെ ഞങ്ങൾക്കൊന്ന് ചൊല്ലിക്കേൾപ്പിച്ചു തരയണമേ എന്നാണ് അവിടെ പറയുന്നു. സാരിക പൈതൽ ദാനം. അത് കേട്ടപ്പോ ആ സാരിക പൈതല് ചടപടച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആലാപനം തുടങ്ങുകയല്ല ചെയ്തത്. സാധാരണ നമ്മുടെ ഭാരതത്തിലെ സംസ്കാരം അനുസരിച്ച് ഏതൊരു സൽക്കർമ്മം തുടങ്ങുകയാണെങ്കിലും നമ്മൾ വന്ദ്യന്മാരെ എല്ലാം വന്ദിക്കണം, അല്ലെ? അപ്പൊ ഇവിടെ ടു ബി റെസ്പെക്റ്റഡ്, ആരെയാണോ റെസ്പെക്ട് ചെയ്യേണ്ട അവരെയൊക്കെ ബഹുമാനിക്കുകയാണ്. സാരിക പൈതൽ ദാനം എന്താ? വന്ദിച്ചു വന്ദ്യന്മാരെ. നമ്മളിപ്പോ ഒരു കല്യാണം നടക്കുകയാണെങ്കിലും കല്യാണ വേദിയിൽ പിന്നെ നമ്മുടെ വരനും വധുവും ഒക്കെ ആരൊക്കെയാണോ വന്ദിക്കേണ്ടത് വെച്ചാൽ അവരെയൊക്കെ വന്ദിച്ചതിന് ശേഷമാണ് ഒരു സൽക്കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെ? അതുപോലെ ഒരു കർഷകൻ തന്റെ കൃഷിയിടത്ത് ഒരു വിക്കാസ് അല്ലെങ്കിൽ ഒരു കൈക്കോട്ട് കൊണ്ടോ ഒരായുധം കൊണ്ട് കളയ്ക്കാൻ ആരംഭിക്കുമ്പോൾ ആ ആയുധത്തെ ഒന്ന് തട്ടു വന്ദിക്കുന്ന രീതിയുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെ ഇവിടെ ഈ തത്തയും വന്ദ്യന്മാരെ ആയിട്ടുള്ളവരെയൊക്കെ വന്ദിച്ചു. എങ്ങനെ? ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. ഇതൊക്കെ പറഞ്ഞു തരണമെങ്കിൽ
ആരെ ഉള്ളിൽ വേണം? ശ്രീരാമന്റെ സ്മൃതി ഉള്ളിൽ വേണം. സ്മൃതി എന്ന ഓർമ്മ. അപ്പോൾ എപ്പോഴും ശ്രീരാമനെ ഓർത്തുകൊണ്ട് ആ ശാരിക പൈതല് നമുക്ക് കഥ പറഞ്ഞു തരാൻ ആരംഭിക്കുന്നതോടെയാണ് നമ്മുടെ ബാലകാന്ഡം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുന്നാകട്ടെ കുറെ സ്തുതികളാണ്. സ്തുതികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ നമ്മൾ പ്രകീർത്തിച്ചിട്ട് വേണമല്ലോ ഒരു വലിയ ഗ്രന്ഥരചനയ്ക്ക് അല്ലെങ്കിൽ ഒരു വലിയ സംരംഭത്തിലേക്ക്. പ്രാരാബ്ധകർമ്മം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. അപ്പം അതിലേക്ക് പ്രവേശിക്കുമ്പോൾ സരസ്വതിയെ സ്തുതിക്കുന്നുണ്ട്, അതുപോലെ വിഷ്ണുവിനെ സ്തുതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിയിലേക്കാണ് അടുത്തു പോകുന്നത്. നോക്ക്. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. എന്താ പറയണ? കാരണനായ ഗണനായകൻ, കാരണനായ ഗണനായകൻ, എല്ലാത്തിനും കാരണക്കാരനായിരിക്കുന്ന ശ്രീ ഗണപതിയെ സ്തുതിക്കുന്നു. അല്ലേ? ഗണപതി ശരിക്ക് എന്താണ്? ഒരു ബ്രഹ്മസങ്കല്പം, അല്ലെ? ഓംകാര സങ്കല്പമാണ് ഗണപതിക്ക്. അതുകൊണ്ടാണ് ബ്രഹ്മാത്മകൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനെ സങ്കല്പിക്കുന്നുവോ അത് ബ്രഹ്മമായി മാറുന്നതാണ്. അപ്പോ ഗണനായകൻ ആരാ? വേറെ ആരുമല്ല, ബ്രഹ്മാത്മകനാണ്. ഈ സകല ബ്രഹ്മത്തിന്റെയും അല്ലെങ്കിൽ കാരണക്കാരനായിരിക്കുന്ന ഗണപതിയെയാണ് ആദ്യം സ്തുതിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഗണപതിയെ തന്നെയാണല്ലോ സ്തുതിക്കാറല്ലേ? അപ്പൊ ഇവിടെ പറയുകയാണ്, കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി. ആരാണ് അദ്ദേഹം? കാരുണ്യമൂർത്തിയാണ്. പിന്നെ ആരാണ്? ശിവശക്തി സംഭവൻ ദേവൻ, അല്ലെ? അങ്ങനെയുള്ള ദേവൻ. അതായത് ആരാ? ശിവനും ശക്തിയും കൂടി ചേർന്നിട്ടാണ് ഗണപതി ഉണ്ടായിട്ടുള്ളത്, അല്ലെ? അപ്പൊ ശിവപാർവതി സംയോഗത്താൽ സംഭവിക്കപ്പെട്ടിട്ടുള്ള ദേവനായ ഗണപതിയെ ഞാൻ സ്മരിക്കുന്നു അല്ലെങ്കിൽ വന്ദിക്കുന്നു എന്ന്. പിന്നെ എന്താ? അദ്ദേഹത്തെ ഒന്നും കൂടി വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. വാരണമുഖൻ. വാരണം എന്ന് പറഞ്ഞാൽ എന്താ? ആന, അല്ലെ? വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ. ശരിക്കും പ്രാരാബ്ധ വിഘ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാരാബ്ധ കർമ്മങ്ങൾ എന്ന അർത്ഥമുണ്ട്. ഇവിടെ പ്രാരാബ്ധ കർമ്മങ്ങളല്ല, ആണ് എന്ന് പറഞ്ഞാൽ താൻ ചെയ്യാൻ പോകുന്ന ഈ ശ്രീരാമ ചരിത കഥ ഒരർത്ഥത്തില് ഒരു പ്രാരാബ്ധം എന്ന ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംരംഭം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സ്തുതിക്കുന്നത്. എന്ത്? നമുക്കിപ്പോ പ്രാരാബ്ധ കർമ്മം എന്നതല്ലേ, വല്ലാത്ത പ്രാരാബ്ധമാണ് ജീവിതത്തിൽ എന്നൊക്കെ പറയാറില്ലേ? ഇവിടെ ഈ തുഞ്ചത്ത് എഴുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇവിടെ കിളിയാണ് പാടുന്നതെങ്കിലും എഴുത്തച്ഛനാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോ എഴുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ രാമകഥ ആഖ്യാനം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല, കുറച്ച് പ്രാരാബ്ദം തന്നെയാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വാരണമുഖൻ ആനയുടെ മുഖത്തോടു കൂടിയില്ല. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ. അതാ പറയുന്നത്. ആനയുടെ ശരിക്ക് ഗണപതി എന്ന് പറഞ്ഞാൽ തന്നെ ഗണങ്ങളുടെ പതി എന്നാണ്. ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം, അല്ലെ? ദ ഗ്രേറ്റ് മാത്തമെറ്റിഷ്യൻ, വലിയൊരു ഗണിത ശാസ്ത്രജ്ഞനാണ് ഗണപതി. ആ അർത്ഥത്തിൽ നമ്മൾ ഗണപതി എടുക്കാറുണ്ട്. ശരിക്ക് സിംബോളിസം ഇൻ ഹിന്ദുയിസം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുയിസത്തിലുള്ള എല്ലാം പ്രതീകാത്മകമാണ്. അപ്പോ ഗണപതിയെ കുറിച്ചുള്ള ആ ശ്ലോകം ആദ്യം വന്നപ്പോ ഗണപതി ഗ്രേറ്റ് ബ്രെയിൻ ഉള്ള ആളാണെന്നും വലിയ ഒരു ഗണിത ശാസ്ത്രജ്ഞനൊക്കെ അത് കണ്ടപ്പോ ഒരു പക്ഷേ ആര്യ ഋഷീശ്വരന്മാര് അദ്ദേഹത്തിന്റെ തല ആനയുടെ രൂപത്തിൽ അങ്ങ് വരച്ചു വെച്ചതായിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ വാരണമുഖൻ എന്ന് പറയാൻ കാരണം. അപ്പോ വാരണം ആന, വാരണമുഖൻ മമ എന്റെ
പ്രാരാബ്ധ വിഘ്നങ്ങളെ എല്ലാം തന്നെ വാരണം ചെയ്തിടുവാൻ, ഇല്ലാതാക്കി തരാൻ ആവോളം വന്ദിക്കുന്നേ, ഞാൻ അങ്ങേയറ്റം വന്ദിക്കുന്നു. ആരെ? ഗണപതി ഭഗവാനെ. ഇവിടെ ഫസ്റ്റ് ആരെയാണ് വന്ദിക്കുന്നത്? ഗണപതി ദേവനെയാണ്. അത്രയും വരെ വന്ദിക്കുന്നു. അതാണ് ഈ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ. പഠിച്ചില്ലേ? എന്താ? കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. അടുത്തതായിട്ട് സരസ്വതി ദേവിയെ പ്രണമിക്കുന്നു അഥവാ സ്തുതിക്കുന്നു. വാണിടുക അനാരദമെന്നുടെ നാവുതന്മേൽ, വാണിമാതാവിവർണ്ണ വിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യേടാങ്കനാനേ യഥാ കാനനേ ദിഗംബരൻ. അപ്പോ ഈ വരിയുടെ വ്യാഖ്യാനം എന്താ നോക്കും. വാണിയിടുക, വസിക്കുക, എല്ലാവരും പറയുന്ന വാണിടുക, എൻ്റെ വാണിടുക. എങ്ങനെ? സരസ്വതിയോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലയോ സരസ്വതി ദേവി, നീ വാണരുളണം. എങ്ങനെ? അനാരതമെന്നുടെ, അനാരതം നിർത്താതെ, സ്റ്റോപ്പേജ് ഇല്ലാതെ, നാവുതന്മേൽ സരസ്വതിയുടെ, അല്ലെ എൻ്റെ നാവിന്മേൽ സരസ്വതി വിളയാടണമേ എന്നുള്ളത്. വാണിമാതാവേ, നമുക്കറിയാം സരസ്വതി ദേവി എപ്പോഴും ഒരു വീണ വീട്ടിക്കൊണ്ടിരിക്കുന്ന. വർണ്ണവിഗ്രഹേ, വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം എന്നാണ് അർത്ഥം. അപ്പോൾ വർണ്ണത്തെ വിഗ്രഹമായിട്ടുള്ള ഇവിടെ വേദാത്മികേ, എല്ലാ വേദത്തിൻ്റെയും മൊത്തത്തിലുള്ള ആത്മസ്വരൂപമായിരിക്കുന്ന സരസ്വതി ദേവി. എങ്ങനെ? നാണമെന്നിയേ, ഒരു നാണവുമില്ലാതെ, മുതാ സന്തോഷത്തോടെ, നാവിന്മേൽ എൻ്റെ നാവിന്മേൽ, നടനം നൃത്തം ചെയ്യണം, അല്ലെ ചെയ്യണം. എങ്ങനെയാ പറയുന്നത്? ഏണാങ്കൻ, ഏണാങ്കൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ്. ആനനം എന്ന് പറഞ്ഞാൽ മുഖം. അവിടെ പറയുകയാണ് ചന്ദ്രന്റെ മുഖത്തെ പോലെ തിളക്കമാർന്നതായിട്ടില്ലേ. അപ്പോ സരസ്വതി ദേവിയുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്നതാണ്. യഥാ, എങ്ങനെ? വേറൊരു ദൃഷ്ടാന്തം കൂടി ഇവിടെ പറയുന്നു. യഥാ എങ്ങനെയെന്നാൽ, കാനനെ, കാനനം കാട്ടില്, ദിഗംബരൻ ദിക്ക് അമ്പരമായിട്ടുള്ളവൻ ആരാ? പരമശിവൻ, അല്ലെ? അപ്പം ഏതുപോലെയാണോ, അല്ലേ? വസ്ത്രം ഇല്ലെങ്കിൽ പിന്നെ നാണം ഉണ്ടാവുമല്ലോ, അല്ലെ? പക്ഷെ വസ്ത്രം ഇല്ലാഞ്ഞിട്ടും ഒരു നാണവും ഇല്ലാതെ കാനനത്തിൽ, അല്ലേ, കാട്ടില് ഒരു നാണവും ഇല്ലാതെ നടനം ചെയ്യുന്ന പോലെ, അല്ലയോ സരസ്വതി ദേവി, അങ്ങ് എൻ്റെ നാവിൽ നടനം ചെയ്യണം എന്നാണ് സരസ്വതി ദേവിയോട് പറയുന്നത്. അല്ലേ? അടുത്തെന്താ പറയുന്നത് നോക്കൂ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലെ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ, ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. അതുവരെ വീണ്ടും പറയുന്നു. എന്താണ്? വാരിജോത്ഭവ മുഖ വാരിജവാസേ. വാരിജോത്ഭവൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് താമരയിൽ നിന്ന് ജനിച്ചുള്ള, അല്ലെ, ബ്രഹ്മാവ്. അപ്പൊ വാരിജോത്ഭവ മുഖനായുള്ള ആ ബ്രഹ്മാവിന്റെ മുഖമാകുന്ന വാരിജൻ താമരത്തിൽ വസിക്കുന്നവളെ, വാസിതർ വസിക്കുന്നവളെ, സരസ്വതി താമരയിൽ ആണ് വസിക്കുന്നത്. അപ്പം ബ്രഹ്മാവിന്റെ മുഖമായിരിക്കുന്ന വാരിജത്തിൽ, അല്ലെ, വസിക്കുന്നവളെ ബാലെ വിശേഷിപ്പിക്കുകയാണ് വീണ്ടും. ഏറ്റവും ബാലെ, വാരിധി തന്നിൽ, വാരിധി എന്ന് പറഞ്ഞാൽ സമുദ്രത്തില്, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ, എന്താ
നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട്. സമുദ്രത്തിൽ തിരമാലകൾ ഒരിക്കലും നിൽക്കില്ലല്ലോ, അല്ലെ? അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതുപോലെയാണോ സമുദ്രത്തിൽ നിന്ന് തിരമാലകൾ ഉയർന്നുയർന്നു വരുന്നത് പോലെ നവനവങ്ങളായ ചിന്താധാരകള് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ സദാസമയവും ഉയർന്നുയർന്നു വരുന്ന രീതിയിൽ ആയിരിക്കണം അങ്ങ് നടനമാടേണ്ടത് എന്നത്. വാരുതി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി എന്നെ പദാവലി, വരി എന്ന് പറഞ്ഞ കൂട്ടം, പദങ്ങളുടെ കൂട്ടത്താൽ ഇങ്ങനെ അടിക്കടിക്കടിക്ക് തോന്നിക്കണം. കാലേ കാലേ, യഥാസമയം വേണ്ട സമയത്ത് ഓരോരോ വേണ്ട വാക്കുകൾ വേണ്ട സമയത്ത് നമ്മുടെ നാവുമേല് വരുത്തുന്നത് സരസ്വതി ദേവിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സരസ്വതി ദേവിയെ ഇങ്ങനെ സ്തുതിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സ്തുതിച്ചത് ആരെയാണ്? നമ്മുടെ ഗണപതി ഭഗവാനെയാണ്, അല്ലെ? അടുത്തത് സരസ്വതി ദേവിയാണ് ഇത്രയും വരെ സ്തുതിച്ചിട്ടുള്ളത്. അതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? പദാവലി തോന്നണം കാലേ കാലേ പാരാതെ, നിർത്താതെ, സലക്ഷണം നല്ല ലക്ഷണത്തോടു കൂടി, മേന്മേൽ ഒന്നിനു മേൽ ഒന്നായിട്ട് മംഗളശീല്. ഏതുപോലെയാണോ സമുദ്രത്തില് ഒന്നിനു മുകളിൽ വേറൊന്ന്, അതിനു മുകളിൽ വേറൊന്ന് പോലെ തിരമാലകൾ അടിച്ചു വരുന്നത് പോലെ എൻ്റെ മനസ്സാകുന്ന സാഗരത്തിൽ നിന്ന് പുതിയ പുതിയ ചിന്തകളാകുന്ന തിരമാലകൾ ഉയർന്നുയർന്ന് വരാൻ എന്നെ സഹായിക്കണമേ, അല്ലേ? അതാണ് വാക്ചാതുര്യത എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടെങ്കിലേ പറ്റൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് വിഷ്ണു ഭഗവാനെ സ്തുതിക്കുകയാണ് അടുത്ത് വരുന്നത്. എന്താ അടുത്ത് പറയുന്നത്? വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിശേഷിച്ചനുഗ്രഹിക്കണം. ആത്യന്തികമായിട്ട് എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ബേസ് കിടക്കുന്ന വിഷ്ണു ആണല്ലോ, അല്ലെ? അപ്പോ ആ വിഷ്ണുവിനെ കൂടി സ്തുതിക്കുകയാണ്. നോക്കൂ, എത്ര അർത്ഥവത്തായിട്ടാണ് ഒരു സൽക്കർമ്മം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സകല ദേവി ദേവന്മാരെയും സ്തുതിക്കുന്നത്. അങ്ങനൊരു ഭാരതീയ സമ്പ്രദായം, സംസ്കാരം നമുക്കുണ്ട്. ഇന്നിപ്പോൾ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഇപ്പൊ ചടപടാച്ചിട്ട് ഏത് കാര്യവും ചെയ്തു തീർക്കുന്നതാണ്. അപ്പൊ എന്താണ്? വൃഷ്ണിവംശത്തിലാണല്ലോ കൃഷ്ണൻ വന്ന് പിറന്നത്. അതുകൊണ്ട് വൃഷ്ണിവംശത്തിൽ അതവൃത്തിൽ വന്ന് ജനിച്ചിട്ടുള്ളതായ കൃഷ്ണസ്വരൂപലെ വിഷ്ണുവിന്റെ മൂർത്തി അല്ലെങ്കിൽ ഒരു രൂപമാണല്ലോ. കൃഷ്ണനായി പിറന്നു ഒരമ്പാടിയിൽ. ആ വിഷ്ണു വിശ്വാത്മാവിനെ വിശേഷിച്ച് ഞാൻ എനിക്ക് അനുഗ്രഹം വേണം അങ്ങയുടെ എന്ന എല്ലാ അവതാരങ്ങളുടെയും അടിത്തറ ബേസ് വിഷ്ണു ആണല്ലോ. അപ്പൊ ആ ബേസിനെ തന്നെ പിടിക്കുകയാണ് ഇവിടെ എഴുത്തച്ഛൻ. അപ്പം വിഷ്ണുവിന്റെ പ്രത്യേക അനുഗ്രഹം എനിക്ക് വേണമെന്നാണ്. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. അടുത്ത് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? അതായത് നമുക്കറിയാം, ഈ ഒരുപാട് കൃതികൾ അധ്യാത്മ രാമായണം രചിച്ചിട്ടുള്ള വ്യാസദേവനായിക്കൊണ്ടാണ് അടുത്ത് സ്തുതിക്കുന്നത്. നമുക്കൊരു തെറ്റുകാരുണ്ടാവും, പലർക്കും കേരളക്കാർക്ക് എഴുത്തച്ഛനല്ലേ? അല്ല. കാരണം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ഈ അധ്യാത്മ രാമായണം. അത് സംസ്കൃതത്തിലാണ് മൂലകൃതി. അത് ശിവപാർവതി സംഭാഷണ രൂപത്തിലാണ് ഉള്ളത്. ഇതുപോലെ 24,000 ശ്ലോകം ഇല്ല എന്ന് തോന്നുന്നു. വളരെ കുറച്ച് 4,000 അത്ര ശ്ലോകങ്ങളുള്ളൂ. ഏതായാലും അത് 18 പുരാണങ്ങളും പൗരാണങ്ങളും ഒക്കെ രചിച്ചിട്ടുള്ളത് വ്യാസനാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വ്യാസനായിക്കൊണ്ട് സ്തുതിക്കുകയാണ് ഇവിടെ എഴുത്തച്ഛൻ. മനസ്സിലായോ? എന്താ? വിഷ്ണു ജോത്ഭവ സുതനന്ദനപുത്രൻ ബാലൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണു തന്മായ ഗുണചരിതമെല്ലാം കണ്ട
കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. എന്താണ് ആ പദങ്ങളെ കൊണ്ടുള്ള ഒരു അമ്മാനമാല നോക്കും. വിഷ്ണു ജോത്ഭവൻ, വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള അല്ലേ. ഉത്ഭവൻ എന്ന് പറഞ്ഞാൽ താമര, അതായത് ബ്രഹ്മാവ്, വിഷ്ണു ജോത്ഭവൻ. ഉത്ഭവന്റെ സുതൻ, അദ്ദേഹത്തിന്റെ സുതൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ആദ്യം വിഷ്ണു പിന്നെ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൽ നിന്ന് ഒരു സുതൻ ഉണ്ടായതാണ് ആര്, വസിഷ്ഠൻ അല്ലേ. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഉത്ഭവസുത. അദ്ദേഹത്തിന് ഈ നന്ദനാണ്, നന്ദന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുതനായിരിക്കുന്ന, ശരിക്കും ഇങ്ങനെയാണ് പോകുന്നത്. വിഷ്ണു ബ്രഹ്മിൽ നിന്ന് ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് വസിഷ്ഠൻ, വസിഷ്ഠനിൽ നിന്ന് വസിഷ്ഠന്റെ പുത്രനായ ശക്തി, ശക്തിയുടെ പുത്രനായ പരാശരൻ, പരാശരനിൽ നിന്നാണ് വ്യാസൻ അല്ലെങ്കിൽ വ്യാസദേവൻ ജനിക്കുന്നത്. പരാശരൻ അതിങ്ങനെ ഒന്നിച്ച് പറഞ്ഞോളൂ. വിഷ്ണു ജോത്ഭവനായിരിക്കുന്നത് സുതനന്ദന പുത്രൻ, ആ നന്ദനന്റെയും പുത്രൻ എന്ന് പറഞ്ഞാൽ പരാശരന്റെയും പുത്രനായിരിക്കുന്ന ബാലനായിരിക്കുന്ന വ്യാസഭഗവാനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ സ്തുതിക്കാതെ പിന്നെ ഈ രാമായണം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോ വിഷ്ണു ജോത്ഭവ സുത നന്ദനപുത്രൻ ആരാണ്, വ്യാസദേവൻ അല്ലേ. അപ്പൊ നമ്മുടെ പുരാണങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്, 4 വേദങ്ങൾ രചിച്ചിട്ടുള്ള വ്യാസദേവൻ അല്ലേ, നന്ദനപുത്രൻ ബാലൻ. അതാരാണ് അദ്ദേഹം, വിഷ്ണുതാൻ തന്നെ. ഈ വ്യാസൻ വിഷ്ണുവിന്റെ ഒരു അംശാവതാരം കൂടിയാണ്. അതുകൊണ്ട് വിഷ്ണു തന്നെ എന്ന് പറയാൻ കാരണം വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. തപോധനൻ എന്നറിയില്ലേ, തപസി, അതിങ്ങനെ തപോധനൻ. അതിന് വിഷ്ണു തൻ മായാ ഗുണചരിതമെല്ലാം, അദ്ദേഹത്തിന് വിഷ്ണുവിന്റെ എല്ലാ മായാ ഗുണങ്ങളെ കുറിച്ചും അറിവുള്ളവൻ. ആരാണ് വിഷ്ണു എന്നും വിഷ്ണുവിന്റെ അവതാരങ്ങൾ ഏതൊക്കെയെന്നും ഒക്കെ ആ വിഷ്ണുവിന്റെ മായാസ്വരൂപത്തോട് ജനിച്ച ശ്രീകൃഷ്ണ ലീലകളും ഒക്കെ വ്യാസൻ അറിയാമല്ലോ. അതുകൊണ്ടാണ് വിഷ്ണു തൻ മായാഗുണ ചരിതമെല്ലാം, ആ ചരിത്രമെല്ലാം കണ്ട. പിന്നെ ഈ മഹാഭാരതത്തിന് പ്രത്യേകത വ്യാസൻ തന്നെ അതിൽ ഇൻവോൾവ്ഡ് ആണ്. വ്യാസൻ തന്നെ ഒരു ഓട്ടോബയോഗ്രഫി ആണല്ലോ അല്ലേ. 1,25,000 ശ്ലോകം വരുന്ന മഹാഭാരതം. ആ മഹാഭാരതം ചരിത്രമെല്ലാം നേരിൽ കണ്ട കൃഷ്ണനാം, ഇവിടെ കൃഷ്ണനാം എന്ന് പറയുന്നത് കൃഷ്ണദ്വൈപായനൻ എന്ന് വ്യാസന പേരുണ്ട്. അതാണ് കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. അങ്ങനെയുള്ള പുരാണ കർത്താവിനെ കൂടി ഞാൻ വണങ്ങുന്നു എന്നാണ്. അപ്പൊ ഇവിടെ വിഷ്ണുവിനെ വണങ്ങി, പിന്നെ ആരെ വണങ്ങുന്നു, കൃഷ്ണദ്വൈപായനായിരിക്കുന്ന വ്യാസഭഗവാനെയും വണങ്ങുന്നു എന്നുള്ളത്. അടുത്ത് പറയുന്നു, നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. അടുത്ത് ഈ രാമായണ മൂലകൃതി രചിച്ചിട്ടുള്ള വാൽമീകിയെ തന്നെ വന്ദിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെയും വന്ദനം കഴിഞ്ഞിട്ടാണ് രാമചരിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. നാൻമറ, മറ എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം. അപ്പൊ നാൻമറ എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളും, നാൻമറ നേരായ അതിന്റെ സംശുദ്ധമായിരിക്കുന്ന രാമായണം അല്ലെ. അപ്പോ നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ, അപ്പോ നേരായ എന്ന് പറഞ്ഞാൽ അതിൽ ബ്രീഫ് അല്ലെങ്കിൽ അതിന്റെ എസൻസ്, 4 വേദങ്ങളുടെയും എസൻസ് ആണല്ലോ രാമായണം. അങ്ങനെയുള്ള രാമായണം ചമയ്ക്കയാൽ മീൻ ഉണ്ടാക്കുകയാൽ നാൻമുഖനുള്ളിൽ ബ്രഹ്മാവിന്റെ മനസ്സിൽ വളരെ ബഹുമാനം സൃഷ്ടിച്ചു അല്ലെ. ശരിക്കും ഈ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണല്ലോ വാൽമീകി രാമായണം രചിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നാൻമുഖനുള്ളില് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ടായി. നാൻമുഖൻ എന്ന് പറഞ്ഞാൽ 4 മുഖത്തോട് ബ്രഹ്മാവ്. നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തുണ്ടാക്കിയ വാൽമീകിയായിരിക്കുന്ന കവിശ്രേഷ്ഠൻ അല്ലെ. അദ്ദേഹം കവിശ്രേഷ്ഠൻ കൂടിയാണല്ലോ അല്ലെ.
ആകിയ മഹാമുനിയുമായ അദ്ദേഹത്തെ താൻ മമ അദ്ദേഹത്തിന്റെ കൂടി വരം തരിക എപ്പോഴും എനിക്ക് തന്നുകൊണ്ട് എന്നെ വന്ദിക്കണമേ എന്ന് വാൽമീകി ഋഷിയെ കൂടി സ്തുതിക്കുന്നു. അപ്പോൾ രാമായണ ആഖ്യാനം, അതായത് രാമായണ ചരിതം അല്ലെങ്കിൽ രാമായണ കഥ കിളി പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരൊക്കെയാണോ വന്ദിക്കുന്നത് അവരെല്ലാം വന്ദനം സ്തുതി കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് സംക്ഷിപ്തമായി വ്യാഖ്യാനിക്കാം. ഓക്കെ.